ഇന്ന് കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ കേസ് ഡയറി ഫയൽ ചെയ്തു. കേസ് ഡയറി സബ്മിറ്റ് ചെയ്ത് വാദം നടക്കുമ്പോൾ ഈ കേസിൽ ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രദർശിപ്പിച്ച അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിന്, അതുപോലെ റെഡ് ബറ്റാലിയൻ, റെഡ് എൻകൗണ്ടർ, പോരാളി ഷാജി തുടങ്ങിയ ആളുകളൊക്കെ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രചരിപ്പിച്ചു എന്ന വിവരം ഹൈക്കോടതിയിൽ റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ അവർ 12/8/2024 സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിന് ശേഷം 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഈ ആളുകളെ ഒന്നും പ്രതി ചേർക്കാതെയാണ് ഇപ്പോഴും മുന്നോട്ട് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകുന്നത്. ഈ വിവരം കോടതിയെ ധരിപ്പിച്ചു എന്ന് മാത്രമല്ല, റിബേഷിന് ഇത് എവിടുന്ന് കിട്ടി എന്ന വിവരം റിബേഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പോരാളി ഷാജി അത് പബ്ലിഷ് ചെയ്തിട്ട് അതിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഫേസ്ബുക്കിൻ്റെ അതോറിറ്റീസിനെ പ്രതി ചേർത്തിട്ടുണ്ട്. അപ്പോഴും പോരാളി ഷാജിയെ പ്രതി ചേർത്തിട്ടില്ല. ഈ വിവരം കോടതിയിൽ ധരിപ്പിച്ചു. അപ്പോൾ കോടതി ഇന്ന് പ്രോസിക്യൂഷനോട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് കാസിമിനെ പ്രതിയാക്കാമെങ്കിൽ, അതും പ്രദർശിപ്പിച്ചു എന്നാണല്ലോ നിങ്ങൾ അലിഗേഷൻ നടത്തുന്നത്, അത് തെറ്റായി ചെയ്തു എന്നാണ് നമ്മുടെ കേസ്. അങ്ങനെ പ്രതിയാക്കാവുന്ന ആളുകൾ എന്തുകൊണ്ട് ഇവർ പ്രദർശിപ്പിച്ചു, ഇവർ സർക്കുലേറ്റ് ചെയ്തു എന്നിവർ തന്നെ കൺഫേം ചെയ്തതിന് ശേഷം അവരെ പ്രതി ചേർക്കുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചു. അതിന് പ്രോസിക്യൂഷൻ പറഞ്ഞ മറുപടി, ഫോറൻസിക് എന്ന റിപ്പോർട്ട് കണ്ടത്, ഫോറൻസിക് റിപ്പോർട്ട് ഇതിനാവശ്യമില്ലല്ലോ. അപ്പോൾ ആ വിഷയത്തിൽ കോടതി ഇപ്പോൾ ഫർദർ റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. അടുത്ത 20-ാം തീയതി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ശരി, ഇതിൻ്റെ യഥാർത്ഥ ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഇത് പ്രദർശിപ്പിച്ച ആളുകൾ എവിടെ നിന്ന് അവർക്ക് കിട്ടിയെന്ന് പറയണം. അത് പറയണമെങ്കിൽ അവരെ പ്രതി ചേർത്തുകൊണ്ട് കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ നടത്തണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടത്തേണ്ട ഒരു സിറ്റുവേഷൻ ഈ കേസിനുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് തരത്തിൽ കോടതി അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുമുണ്ട്. കേസ് ഡയറിയിൽ ഏതായാലും യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ ഇംപ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനാണ് നടത്തുന്നത് എന്ന കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്ന് ഇപ്പോൾ ഏതായാലും അടുത്ത 20-ാം തീയതി കേസ് വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇവർ പ്രതി ചേർക്കണം എന്നതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ട് കോടതി അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.